അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്പെഷ്യൽ പോർക്ക് ഫ്രൈയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പോർക്കിനകത്തേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വയ്ക്കുക. ഒട്ടും പിടിക്കാതെ ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ അങ്ങ് ചൂടായി തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കറുകപ്പട്ടയുടെ കഷ്ണങ്ങൾ അങ്ങ് കൊത്തി നുറുക്കിയിട്ട് കൊടുക്കുക. ഒരു മുറി തേങ്ങ എടുക്കുക, നടുവേ കണ്ടിക്കുക, നന്നായി കൊത്തി അരിഞ്ഞെടുക്കുക. തീ കത്തിച്ച് അടുപ്പത്തേക്ക് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇടാൻ മറക്കണ്ട. പിന്നെ നമ്മൾ മടിക്കണം. തിളച്ച് നന്നായി വേകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി തീ കത്തിക്കണം. നന്നായിട്ട് തിളക്കട്ടെ എന്ന് കരുതി തന്നെ കാത്തിരിക്കുക. എന്തായാലും നമുക്ക് പണിയുണ്ട്. ആ പണി എന്ന് പറയുന്നത് 2 സവോള എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, ഇഞ്ചി എടുക്കുക, പച്ചമുളക് എടുക്കുക. ഈ കാണുന്ന പോലെ കൊത്തി നന്നായി അരിഞ്ഞ് വെക്കുക. ചാവി പറന്നാൽ പോരാ, നന്നായി വേവണമെങ്കിൽ നന്നായി തീ കത്തിക്കണം. ആ സമയത്ത് തന്നെ ഒരു തക്കാളി എടുത്ത് നന്നായി കുനുകുന അരിയുക. കുറച്ച് കരിവേപ്പിലയും എടുത്ത് മാറ്റി വെക്കുക. അടുപ്പത്ത് വെച്ച് ഇറച്ചി വേവട്ടെ. വേവുന്ന സമയം വരെ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന അനിതാരികളെല്ലാം കൂടി തട്ടി പച്ചമണമൊക്കെ പോയി ചുവന്ന നിറമാകുന്ന വരെ വഴറ്റി വഴറ്റി കഴിയുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടിയിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് വീണ്ടും 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമ്മളുടെ വെന്തുകൊണ്ടിരിക്കുന്ന ആ പോർക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി മടുക്കില്ല എന്ന് പറഞ്ഞ് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി അതിലെ വെള്ളം വറ്റി അതൊരു റോസ്റ്റ് പരുവമാകുന്നത് വരെ ഇളക്കുക. അങ്ങനെ ഇളക്കി റോസ്റ്റ് പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തു ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയാണ് പോർക്കിനെ സ്പെഷ്യലാക്കുന്ന സാധനം ചേർക്കേണ്ടത്. എന്താണ്? ഏലക്ക നന്നായി പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പോർക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും മൺചട്ടിയിലല്ലാതെ കുക്കറിലിട്ട് വേവിക്കാനൊന്നും പോകരുത് കേട്ടോ. നമ്മളെങ്ങനെ വെച്ചാലും ഏറ്റവും മനോഹരമാകണമെങ്കിൽ, അത് നല്ല ടേസ്റ്റ് ഉള്ളതാകണമെങ്കിൽ നേരെ മൺചട്ടിയിൽ വെച്ച് വിറകടുപ്പിൽ വെച്ച് വേവിക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് നന്നായി പൊട്ടിക്കണം. കുരുമുളക് പൊട്ടിച്ച് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കറുത്ത നിറം വരും. ആ ചുവപ്പ് നിറം മാറി ഒരു കറുപ്പ് നിറത്തിലേക്ക് പതിയെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നിറം മാറി വന്ന പോർക്കിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില ഒട്ടിച്ചിട്ടങ്ങ് ഇളക്കി എടുക്കണം. അതിൻ്റെ ഒരു സ്വാദ് എൻ്റെ പൊന്നു മച്ചന്മാരെ സഹിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ മുകളിലേക്ക് 2 പച്ചമുളക് കൂടി കീറിയിട്ട് ഒരു നാരങ്ങ കഷ്ണം കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ചേർത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. അതിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. ഫോളോ ചെയ്യാൻ മറന്നവരൊക്കെ ആ ഫോളോ ബട്ടൺ കുത്തി പൊട്ടിച്ചിട്ടില്ലേ പോകുള്ളൂ. എന്നാൽ പിന്നെ വീണ്ടും കാണാം.